പലസ്തീനിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിന് നേതൃത്വം നൽകാൻ രാജ്യങ്ങൾ മുൻനിരയിൽ നിർത്താൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയാണ്. പ്രധാനമന്ത്രിയുടെ തീരുമാനവും നേതൃത്വവും അത്രയധികം ശക്തിയേറിയതുമാണ്. അമേരിക്കയെ പിന്തള്ളി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മികച്ചൊരു സ്ഥാനം കണ്ടെത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതെന്റെ ആദ്യ സന്ദർശനമാണ്, അവസാനത്തേതല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും ഞങ്ങൾ വളരെയധികം കാണുന്ന രാജ്യവുമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഉന്നതതല ഇടപെടലുകൾ അനുസ്മരിച്ചുകൊണ്ട് പലസ്തീൻ പ്രസിഡന്റിന്റെ അവസാന ഇന്ത്യ സന്ദർശനം 2017 ഈ സന്ദർശന വേളയിൽ നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചതായും അവർ ചൂണ്ടിക്കാട്ടി. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതിനാൽ അധിനിവേശ കിഴക്കൻ ജെറുസലേമിലാകട്ടെ പലസ്തീൻ ജനതയുടെ പലസ്തീൻ നേതൃത്വത്തിൽ നിന്ന് പ്രസിഡന്റ് അബ്ബാസിയിൽ നിന്ന് ആശംസകൾ നേരുന്നു, അവർ പറഞ്ഞു. ഉഭയകക്ഷി ബന്ധത്തിന്റെ ചരിത്രപരമായ വേരുകൾ എടുത്തു കാണിച്ചുകൊണ്ട് 1930 മുതലുള്ള ബന്ധമാണിതെന്നും എടുത്തു പറഞ്ഞു. 1947 പലസ്തീൻ ലക്ഷ്യത്തിന് ഇന്ത്യ നൽകിയ പിന്തുണ അവർ അനുസ്മരിച്ചു. പലസ്തീൻ വിഭജനത്തിനെതിരായ മഹാത്മാഗാന്ധിയുടെ എതിർപ്പിനെ പരാമർശിച്ചുകൊണ്ട് അധിനിവേശത്തിനെതിരായ പലസ്തീനികളുടെ പോരാട്ടത്തിൽ ഇന്ത്യ തുടർന്നും അവരോടൊപ്പം നിലകൊള്ളുന്നുണ്ടെന്നും അവർ പറഞ്ഞു. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ദ്വിരാഷ്ട്ര പരിഹാരം, പലസ്തീനുകളുടെ സ്വയം നിർണയാവകാശത്തിനുള്ള അവകാശം, മനുഷ്യാവകാശ കൗൺസിലിലെ പ്രസക്തമായ പ്രമേയങ്ങൾ എന്നിവയെ ശക്തമായി പിന്തുണച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അതേസമയം ഇന്ത്യയുടെ തന്ത്രപരമായ താൽപര്യങ്ങളെയും പലസ്തീനുമായും ഇസ്രായേലുമായുമുള്ള ബന്ധങ്ങളെയും അവർ അംഗീകരിച്ചു. മേഖലയിൽ സന്തുലിതമായ സമീപനത്തിന് ആഹ്വാനം ചെയ്തു. ഇസ്രായേലിനും പലസ്തീനും ഇടയിൽ ഇന്ത്യക്ക് ഒരു പ്രധാന മധ്യസ്ഥ പങ്ക് വഹിക്കാൻ കഴിയുമെന്നും സംഘർഷവും അധിനിവേശവും അവസാനിപ്പിക്കാൻ സഹായിക്കാനാകുമെന്നും പലസ്തീൻ വിശ്വസിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര നിയമം, ദ്വിരാഷ്ട്ര ചട്ടക്കൂട്, ന്യൂയോർക്ക് പ്രഖ്യാപനം എന്നിവയെ അനുകൂലിക്കുന്ന ഇന്ത്യയുടെ നിലപാട് ഞങ്ങൾക്ക് വളരെ വ്യക്തമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ വികസന സഹായത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പലസ്തീനിലെ നിരവധി പദ്ധതികൾക്ക്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ ന്യൂഡൽഹി പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. വെസ്റ്റ് ബാങ്കിലുടനീളമുള്ള ഇന്ത്യൻ പിന്തുണയുള്ള സ്കൂളുകൾ, ആശുപത്രികൾക്കും പ്രത്യേക മെഡിക്കൽ സെന്ററുകൾക്കുമുള്ള പിന്തുണ, പലസ്തീൻ കുട്ടികൾക്കായി സ്പോർട്സ്, വിനോദ കേന്ദ്രങ്ങൾ പോലുള്ള ബഹുമുഖ കെട്ടിടങ്ങൾക്കുള്ള സഹായം എന്നിവ അവർ ഉദ്ധരിച്ചു. നയതന്ത്ര തലത്തിൽ പലസ്തീൻ നയതന്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പിന്തുണ അവർ ചൂണ്ടിക്കാട്ടി. ഈ സ്ഥാപനം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് അടുക്കുകയും പലസ്തീൻ നയതന്ത്രജ്ഞർക്ക് പരിശീലനവും കൈമാറ്റവും സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പലസ്തീൻ പോരാട്ടവും പലസ്തീൻ പ്രശ്നവും ആരംഭിച്ചിട്ട് 2 വർഷമോ 10 വർഷമോ 1967 ആരംഭിച്ചിട്ട് 100 വർഷത്തിലേറെയോ ആയിട്ടില്ല എന്നും ബാൽഫോർ പ്രഖ്യാപനത്തെയും പലസ്തീനുകളുടെ കുടിയിറക്കത്തെയും പരാമർശിച്ചുകൊണ്ട് സംഘർഷത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം ഊന്നിപ്പറഞ്ഞുകൊണ്ട് മന്ത്രി പറഞ്ഞു. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വരുമെന്നും പലസ്തീൻ പ്രതീക്ഷിക്കുന്നതായി അവർ തന്റെ പ്രസ്താവനകൾ ഉപസംഹരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.